നമസ്കാരം. എസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായി ഈ ഒരു വീഡിയോ ചെയ്തിട്ട്. ഇപ്പോൾ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മാതളം നമുക്ക് പാകമായി നിൽക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു കുറച്ച് 2-3 ആഴ്ച ഇത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ മഴ കാരണം ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നു. ടെറസൊക്കെ ആകെ വഴുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നാണ് ഒരു ചെറിയ വെയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാരണം മാതളൊക്കെ പൂത്ത് വിളഞ്ഞ് ഇതേ നോക്കി വിണ്ട് പൊളിഞ്ഞു ഉണ്ടാവും, പൊളിഞ്ഞ് കേടായവരായി. പക്ഷെ ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് നിൽക്കുന്ന ഭാഗമാണ് കേട്ടോ. ഇതൊക്കെ നമുക്കിതൊന്ന്, ഇത് സാധാരണ കളറാണ് കേട്ടോ, ഈ മഞ്ഞ കളറാണ്. മഞ്ഞ കളറ് പഴുത്താൽ മാത്രമാണ് നമുക്ക് ഈ റെഡിഷ് വരുള്ളൂ. ഇപ്പോൾ നമുക്ക് വിപണിയിലേക്ക് കിട്ടുന്ന സാധാരണ മാതളം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ചെറുപ്പം തൊട്ട് തന്നെ അത് മഞ്ഞ കളറായിരിക്കും. മഞ്ഞല്ല, റെഡിഷ് ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ യെല്ലോ കളറാണ്. ഇത് പഴുത്താൽ മാത്രമാണ് ഇങ്ങനത്തെ ഈ കളർ വരുള്ളൂ. ഒരു തനി നാടനാണ് ശരിക്കും കേട്ടോ. നമുക്ക് വിപണിയിൽ കിട്ടുന്നതൊക്കെ റെഡാണ്. അതിൻ്റെ തൈയും കൂടി വാങ്ങി വെക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം നല്ല ടേസ്റ്റാണ് കേട്ടോ. മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മുമ്പ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പുതിയ വീഡിയോ അതിപ്പോൾ ഉണ്ടാക്കേണ്ടത്. നല്ല വലുപ്പം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറിയ തൈയാണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. നോക്കി, അപ്പോൾ എല്ലാം നല്ല വലുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല വലുപ്പമുണ്ട്. വേണ്ട, ഇതൊക്കെ നല്ല വലുപ്പമുണ്ട് കേട്ടോ. അതാണ് സാധാരണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മാതളത്തിൻ്റെ അതേ വലുപ്പം തന്നെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം എല്ലാം പറിക്കാൻ പോവാണ്. കാരണം ഇനിയിപ്പോൾ മഴ എന്നാണ് തുടങ്ങുക, ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. അതുകൊണ്ട് ഇതെല്ലാം ഇപ്പം ഞാൻ പറിച്ച് തൽക്കാലം വെക്കുകയാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും ദിവസം ഇത് പിടിച്ചു നിന്നത്. ഇതിപ്പോൾ കേടായിട്ടുണ്ട്, എന്നാലും ഇത് പറിക്കുകയാണ്. ഒരു 6 അല്ല, ശരിക്കും പറഞ്ഞൊരു 10 ഒരു ഒറ്റ ട്രിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 2-3 ഇത് കണ്ട ഒടിഞ്ഞു പോവാണ്. അതായത് ചെറിയ മരമാണ്. ഇത്രയും വലിയ മാതളം ഉണ്ടാകുമ്പോൾ അത് താങ്ങാനുള്ള ശേഷി ഇതിനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്ത് നിർത്തുന്നത്. ഇത്രയും കട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും ബലമായത്. ഇതിപ്പോൾ ഒരു 2.5 വർഷമായിട്ടുള്ള മാതളം തൈയാണ്. ഇത് കട്ട് ചെയ്ത് നിർത്തിയാൽ പ്രൂൺ ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ച് ബലം കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലെ മാതളം ഉണ്ടാകുമ്പോഴേക്കും കണ്ടത് ഇതിൻ്റെ കൊമ്പൊക്കെ അത് ഇത് തന്നെ ഒടിഞ്ഞത്. അതായത് ഇതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാണ് അതൊക്കെ ഒടിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചട്ടികളൊക്കെ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ മാതളം ഉണ്ടാകുമ്പോൾ അതിന് താങ്ങാനുള്ള ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എപ്പോഴും പ്രൂൺ ചെയ്ത് നല്ല കടയ്ക്ക് നല്ല ബലം അതിന് ശേഷം ഉണ്ടാകുമ്പോഴാണ് അത് മാതളം താങ്ങാനുള്ള ശേഷി ഈ കമ്പുകൾക്കൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതിപ്പോൾ എല്ലാ തുമ്പത്തും പൂവിടും വിരിയും, പക്ഷേ അതൊക്കെ താഴെ വീണ് ഇതുപോലെ ഒടിയാനുള്ള ചാൻസ് വരും. അപ്പോൾ ഇത് വളർത്തുമ്പോൾ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തു. ഇനിയിപ്പോൾ ഒരു തൈയും കൂടി വാങ്ങി വയ്ക്കാനുള്ള പരിപാടി. അതായത് റെഡ്, ഇതിപ്പോൾ സാധാരണ യെല്ലോ ഉള്ള റെഡും കൂടി വാങ്ങി വയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.